എന്തുകൊണ്ടായിരിക്കും മറ്റുള്ളവർക്ക് കൊടുക്കുന്നവർ, മറ്റുള്ളവരെ സഹായിക്കുന്നവർ, അങ്ങനെയുള്ളൊരു മനസ്സുള്ളവർ എന്നും കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടവർ ആയി മാറുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? കൊടുക്കുന്നവരോട് അത് ലഭിക്കുന്ന സമയത്ത് മാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം നടത്തി കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ, അതിന് സാധിക്കാതെ വരികയാണെങ്കിൽ, അതുവരെ നൽകിയത് മുഴുവൻ മറന്ന് നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നവരും അത് സ്വീകരിച്ചവർ തന്നെയായിരിക്കും. അത്ര നാളും സഹായം സ്വീകരിച്ച് ചേർത്ത് നിർത്തലുകൾക്ക് അത്രയേറെ പ്രാധാന്യം നൽകിയിരുന്നവർക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരെ സഹായിക്കാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കുക. അന്ന് ഏറ്റവും വലിയ ശത്രു ആ വ്യക്തിയായിരിക്കും. കൊടുത്തുകൊണ്ടിരിക്കുക, സ്വീകരിച്ചു കൊണ്ടിരിക്കുക എന്നതാവരുത് ഒരു ബന്ധത്തിൻ്റെയും അളവുകോൽ എന്നാണ് എൻ്റെ അഭിപ്രായം. ഏത് ബന്ധമാണെങ്കിലും രണ്ടുപേരുടെ ഭാഗത്തും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരിക്കണം. അത് പണമായിക്കോട്ടെ, സമയമായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ. കൊടുക്കുന്ന ആൾ മാത്രമായി, സ്വീകരിക്കുന്ന ആൾ മാത്രമായി ഒരു ബന്ധം മാറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് വല്ലാതെ മുറിവേൽപ്പിക്കും. ഒരാളുടെ മൂല്യം മനസ്സിലാക്കുന്ന ബന്ധങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. സമയത്തിന് വിലയുണ്ട്, പണത്തിന് വിലയുണ്ട്, സ്നേഹത്തിന് വിലയുണ്ട്. അത് എന്തിനായാലും മൂല്യമുണ്ട്. ആ മൂല്യം തിരിച്ചറിയുന്നവരാണ് നമ്മുടെ കൂടെ ഉള്ളത് എങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. അതല്ല, നമ്മളെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ് ഒരു ബന്ധം നിലനിൽക്കുന്നതെങ്കിൽ അത് ശരിയല്ല.